ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യാസമയത്തും നമുക്ക് ഇത്രയും പേർക്ക് ദൈവ വചന പഠനത്തിനായി കൂടി വരുവാൻ ദൈവം കൃപ തന്നു, പ്രകൃതിയെ നമുക്ക് അനുകൂലമാക്കി തന്നു. എല്ലാറ്റിനായിട്ടും ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ഞാൻ ആദ്യമേ അർപ്പിക്കുന്നു. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ആര് പ്രസംഗിക്കുന്നു, എന്ത് പ്രസംഗിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നാം അതെങ്ങനെ കൈക്കൊള്ളുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, അനുസരിക്കുന്നു എന്നതാണ്. ഇങ്ങനെ ചിന്തിക്കുക. പുറത്ത് ശക്തമായി മഴ പെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ പെയ്യുന്നില്ല, പെയ്യാതിരിക്കട്ടെ. നാം രണ്ട് പാത്രങ്ങൾ പുറത്ത് വയ്ക്കുന്നു. ഒരു പാത്രം കമിഴ്ത്തിയും അതിൻ്റെ വായ്ഭാഗം കമിഴ്ത്തിയും മറ്റേത് അതിൻ്റെ വായ്ഭാഗം മുകളിലോട്ടും വെച്ചാൽ, അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നാം ചെന്ന് നോക്കിയാൽ എന്തായിരിക്കും കാണുന്നത്? അതിൽ ഒരു പാത്രം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതായിട്ട് കാണാം, മറ്റേ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കാണുകയില്ല. എന്താണ് ഇതിനുള്ള ഈ വ്യത്യാസത്തിനുള്ള കാരണം? മഴയ്ക്ക് മുഖപക്ഷം ഉള്ളത് കൊണ്ടല്ല, നാം പാത്രം എങ്ങനെ വയ്ക്കുന്നു എന്നതിനനുസരിച്ചാണ് പാത്രം നിറയുകയോ ഒഴിയുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവവചന കേൾവിക്കായി കൂടി വന്നിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, നാം എല്ലാവരും നമ്മുടെ ഹൃദയമാകുന്ന പാത്രം റൈറ്റ് സൈഡ് അപ്പ്, അത് ശരിയായ നിലയിൽ തുറന്നു വെച്ചാൽ തീർച്ചയായും ഇന്നത്തെ വചന കേൾവിയും നമുക്ക് പ്രയോജനകരമായി തീരും. അതിന് യാതൊരു സംശയവുമില്ല. അല്പം ഗഹനം എന്ന് തോന്നാവുന്ന ഒരു വിഷയമാണ് ഇന്നലെ തുടങ്ങിയത്. ദൈവിക ത്രിയേകത്വം, ത്രിത്വം എന്ന് നമ്മൾ ചുരുക്കി പറയും. എന്നാൽ കുറെ കൂടെ ശരിയായ പദം ത്രിയേകത്വം അല്ലെങ്കിൽ ട്രൈ യൂണിറ്റി എന്നതാണ്. ഇന്നലെ എടുത്ത കാര്യങ്ങളെല്ലാം അതുപോലെ ആവർത്തിക്കാൻ സമയമില്ല, എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ ഒന്ന് ആവർത്തിച്ച് പറയേണ്ടത് ആവശ്യമാണ്. റെപ്പറ്റീഷൻ ഈസ് ദി മദർ ഓഫ് ലേണിംഗ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആവർത്തനമാണ് വിദ്യയുടെ മാതാവ്. നാം പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് സ്കൂളിലാണെങ്കിലും അതുപോലെ ബൈബിൾ പഠിക്കുന്നതാണെങ്കിലും എല്ലാം നാം ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം, ആവർത്തിക്കണം. എങ്കിൽ മാത്രമേ അത് കൂടുതൽ ഹൃദിസ്ഥമാകുകയുള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഞാനൊന്ന് പറയാം. ഇന്നലെ ഇല്ലാത്തവർ പലരുണ്ട് എന്നെനിക്കറിയാം. ഇന്നലെ ഉള്ളവരുടെ നോട്ട്സൊക്കെ നോക്കി ചില പോയിന്റ്സൊക്കെ നിങ്ങൾ എഴുതിയെടുത്താലും തെറ്റില്ല. ഈ വിഷയത്തെക്കുറിച്ച് 3 തെറ്റായ മനോഭാവങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണത്? ഒന്ന്, ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കംപ്ലൈസൻസി, ഒരു അലസമായ ആത്മസംതൃപ്തി. അതായത് ഈ വിഷയം ഞങ്ങൾക്കറിയാം, തൃത്വം എന്താണെന്ന് നമുക്കറിയാം, പിന്നെ കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല, ആഗ്രഹവുമില്ല. ആ ഒരു മനോഭാവം ഉള്ളവരുണ്ട്. അത് ശരിയായ ഒരു മനോഭാവമല്ല. മറ്റേ മനോഭാവം ഇതിൻ്റെ നേരെ വിപരീതമാണ്. ഈ വിഷയം എന്ന് പറയുന്നത് അത് ഇൻകോംപ്രിഹെൻസിബിളാണ്, അത് ദുർഗ്രഹമാണ്, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഗഹനമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഇത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഈ 2 കൂട്ടരും ഫലത്തിൽ ഇത് പഠിക്കുവാൻ തയ്യാറല്ല. മൂന്നാമത്തെ ഒരു മനോഭാവം, അത് പലപ്പോഴും അവിശ്വാസികളും അക്രൈസ്തവരും പറയുന്നതാണ്. ഈ ട്രിനിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രിയേകത്വം എന്ന് പറയുന്നത് യുക്തിരഹിതമായ എന്തോ ഒന്നാണ്. 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച ഒരു ഉപദേശമാണ്. അതൊരിക്കലും യുക്തിക്ക് ചേരുന്നതല്ല. ഇന്നലെ ഞാൻ ഗണിതശാസ്ത്രത്തിലെയും മാത്തമാറ്റിക്സിലെയും അല്ലാതെയൊക്കെ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു ചുരുക്കം ഇതാണ്: യുക്തിരഹിതം എന്ന് തോന്നുന്ന, ബുദ്ധിക്ക് ചേരുന്നതല്ല എന്ന് തോന്നുന്ന അനേക കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതെല്ലാം നാം അംഗീകരിക്കുന്നു. അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എണ്ണൽ സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ ഇൻഫിനിറ്റി ആണെന്നാണ് സങ്കല്പം. ഇൻഫിനിറ്റി. എന്നാൽ ഇൻഫിനിറ്റിയുടെ കൂടെ ഒരു ഇൻഫിനിറ്റി കൂട്ടിയാലോ എത്ര കിട്ടും? ഇന്നലെ ഇല്ലാത്തവർ പറഞ്ഞു എന്ത് കിട്ടും? അത് വീണ്ടും ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി കൊണ്ട് ഗുണിച്ചാലോ വീണ്ടും ഇൻഫിനിറ്റി തന്നെ. അതെങ്ങനെയാണ് ആ നിലയിലാകുന്നതെന്ന് ആരും ചോദിക്കുന്നില്ല. അത് കണക്കിലെ അല്ലെ മാത്തമാറ്റിക്സിലെ ഒരു ലോജിക്കാണെന്ന് പറഞ്ഞ് നാം തൃപ്തരാകുകയാണ്. അതുപോലെ പാരലൽ ലൈൻ, സമാന്തര രേഖകൾ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല എന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ മാത്തമാറ്റിക്സ് പറയുന്നത് ഇൻഫിനിറ്റിയിൽ ഈവൻ ദ പാരലൽ ലൈൻസ് വിൽ മീറ്റ്. എന്നാൽ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ ഈ സമാന്തര രേഖകൾ കൂട്ടിമുട്ടും. അതൊരു ശാസ്ത്രീയ സത്യമാണ്, നമ്മളത് അതുപോലെ അംഗീകരിക്കുന്നു.
അപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും നാം അംഗീകരിക്കാറുണ്ട്. ഞാൻ മാത്തമാറ്റിക്സിലെ ഉദാഹരണമേ പറഞ്ഞുള്ളൂ, മറ്റു പലതും ഉണ്ട്. എയറോഡൈനാമിക്സ് കേട്ടിട്ടുണ്ട്. എയറോഡൈനാമിക്സ് ഉപയോഗിച്ചാണ് ഈ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എയറോഡൈനാമിക്സിൻ്റെ ഒരു ലോ അനുസരിച്ച് ഒരു സാധനം, വിമാനമാണെങ്കിലും പക്ഷികളാണെങ്കിലും പറക്കണമെങ്കിൽ അതിൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പ്, അതുപോലെ വിങ് സ്പാൻ, അതിൻ്റെ ചിറകുകളുടെ വലിപ്പം, വെയിറ്റ്, ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു തിയറി ഉണ്ട്. ഇതെല്ലാം കൃത്യമായ അനുപാതത്തിലാണെങ്കിൽ മാത്രമേ ഒരു പക്ഷിക്കാണെങ്കിലും അല്ലെങ്കിൽ വിമാനത്തിനാണെങ്കിലും പ്ലെയിനിലാണെങ്കിലും പറക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അവർ സമ്മതിക്കുന്ന ഒരു കാര്യം, ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ ചില തീരെ ചെറിയ ജീവികൾ, നമ്മുടെ സാധാരണ ഈച്ച, ഏറ്റവും ചെറിയ ജീവിയാണ് ബംബിൾ ബി. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാം, അതിൻ്റെ പടമൊക്കെ കാണാം. ബംബിൾ ബി അത് തീരെ ചെറിയൊരു ജീവിയാണ്, ഇൻസെക്റ്റാണ്, പക്ഷെ അത് പറക്കുന്നുണ്ട്. എയറോഡൈനാമിക്സിൻ്റെ തിയറി അനുസരിച്ച് ഈ ജീവിക്ക് ഒരിക്കലും പറക്കാൻ കഴിയുകയില്ല, കാരണം ഇത് ലോയ്ക്ക് എതിരാണ്, പക്ഷെ അത് പറക്കുന്നുണ്ട്. അമേരിക്കയിൽ ബോസ്റ്റണിൽ ജനറൽ ഇലക്ട്രിക്കലിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അമേരിക്കയിലൊന്നും പോയിട്ടില്ല. ആ ബോസ്റ്റണിലെ ജനറൽ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഫ്രണ്ടിൽ അവരൊരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. വാചകം ഇതാണ്: അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് എയറോഡൈനാമിക്സ് എ ബംബിൾ ബീ കനോട്ട് ഫ്ലൈ. എയറോഡൈനാമിക്സിൻ്റെ നിയമം അനുസരിച്ച് ബംബിൾ ബീക്ക് ഒരിക്കലും പറക്കാൻ സാധ്യമല്ല. അടുത്ത സെൻറ്റൻസ്: ബട്ട് ദ പുവർ ബംബിൾ ബീ ഡസ് നോട്ട് നോ ദിസ് ലോ, ദെയർഫോർ ഇറ്റ് ഫ്ലൈസ്. എന്നാൽ പാവം ഈച്ചയ്ക്ക് ഈ നിയമം അറിയത്തില്ല, അതുകൊണ്ട് അത് പറക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം മനസ്സിലായല്ലോ? അത് അറിയാതിരിക്കട്ടെ അല്ലേ? അപ്പോൾ പലതും അറിയുമ്പോഴാണ് കുഴപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അവരെന്തിനാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്? ഇന്ന് ജനറൽ ഇലക്ട്രിക്കൽ കമ്പനി, ആദ്യകാലത്ത് എഡിസൺ ബൾബ് ഉണ്ടാക്കാൻ തുടങ്ങിയൊരു കമ്പനിയാണെങ്കിലും ഇന്ന് റോക്കറ്റ് എഞ്ചിൻ വരെ ഉണ്ടാക്കുന്നുണ്ട്. അവർ പറയുന്ന ശാസ്ത്രജ്ഞന്മാർക്കുള്ളൊരു നിർദ്ദേശമാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കൂ എന്ന് വിചാരിച്ച് നിങ്ങളുടെ മനസ്സ് അടച്ചു കളയരുത്. പല സാധ്യതകളുണ്ട്, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ട് ഇത് സാധ്യമാണെങ്കിൽ മറ്റു പലതും സാധ്യമാണ്. ആ സാധ്യതകളെ തള്ളിക്കളയരുത് എന്നാണ് ആ എഴുതിയിരിക്കുന്ന വാചകത്തിൻ്റെ അർത്ഥം. ഇതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് ദൈവമായതുകൊണ്ട് ദൈവത്തിന് ത്രിയേകനായിക്കൂടാ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ട്രിനിറ്റി എന്ന് പറയുന്നത്, ട്രൈ യൂണിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലോജിക്കലാണ്. ഇത് ലോജിക്കലാണ്. പക്ഷേ ആരുടെ ലോജിക്കാണ്? നമ്മുടെ ലോജിക്കല്ല, ദൈവത്തിൻ്റെ ലോജിക്ക്. അതൊക്കെ നമ്മൾ വാക്യങ്ങൾ എടുത്ത് വായിച്ചല്ലോ. ദൈവത്തിൻ്റെ ബുദ്ധിക്കനുസരിച്ചാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ദൈവം എങ്ങനെയാണ് നിത്യനായിട്ടിരിക്കുന്നത്, ദൈവം സർവ്വവ്യാപിയായിട്ടിരിക്കുന്നത്, ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ബൈബിൾ അത് വെളിപ്പെടുത്തും, നമ്മളത് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന് ത്രിയേകനായിട്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ അത് ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യവുമില്ല. ഈ 1-ാമത്തെ പേജിലേക്ക് വരുമ്പോൾ ഞാൻ 1-ാമത്തെ പാരഗ്രാഫിൻ്റെ ചുരുക്കം, ഓരോ പാരഗ്രാഫിൻ്റെ ചുരുക്കം പറഞ്ഞു പോകാം. 1-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് തൃത്വം എന്ന വാക്ക്, അല്ലെ ത്രിയേകത്വം എന്ന ആ വാക്കൊന്നും ബൈബിളിലില്ല. പക്ഷെ ബൈബിളിൽ ഇല്ലാത്ത പല വാക്കുകളും നാം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. വിശ്വാസ സ്നാനം, അല്ലെ ഉൽപ്രാപണം, തിരുവത്താഴം. വാക്കുകൾ അതുപോലെ ഇല്ല എങ്കിലും ആ ആശയമുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, ഈ ആശയം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണാൻ സാധിക്കും. ഇന്നലെ ഉൽപ്പത്തി 1:1 നാം ചിന്തിച്ചു. അതിനകത്ത് തന്നെ ത്രിയേകത്വമുള്ള ആശയമുണ്ട്. വെളിപ്പാട് 22:1 വായിച്ചാൽ ഇവിടെ എഴുതിയിട്ടില്ല, നമുക്കറിയാം. അവിടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ഒരു പളുങ്ക് പോലെ നദി പുറപ്പെടുന്നു. വാസ്തവത്തിൽ ആ നദി പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ 3 ആളത്വങ്ങളും കൂടെ ചേർന്ന് ഒരു സിംഹാസനത്തിലാണ് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇരിക്കുന്നത്. വെളിപ്പാട് 22:1. അപ്പോൾ ഇങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പല നിലകളിൽ പ്രത്യക്ഷമാകുന്ന ഉപദേശമാണ് ദൈവിക ത്രിയേകത്വം എന്ന് പറയുന്നത്. അതിൻ്റെ 1-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്ത് ദൈവം സാരാംശത്തിൽ, എസൻസ് ഓർ ബീയിങ്, ഏകനാണെന്നും ആ സാരാംശത്തിൽ 3 വ്യക്തികളുണ്ടെന്നും തൃത്വോപദേശം പഠിപ്പിക്കുന്നു. അതാണ് എൻ്റെ ചുരുക്കം. 2-ാമത്തെ പാരഗ്രാഫിൽ ഹരോൾഡ് ലിൻസലിൻ്റെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത്, മനുഷ്യ മനസ്സിന് പൂർണ്ണമായി തൃത്വോപദേശം മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതിനുവേണ്ടി ഒരാൾ ശ്രമിച്ചാൽ അവൻ്റെ ബുദ്ധി അഫലമാകും, നഷ്ടമാകും, അല്ലെങ്കിൽ ബുദ്ധിഭ്രമം ഉണ്ടാകും. പക്ഷേ തൃത്വോപദേശം നിഷേധിച്ചാലോ അവൻ്റെ ആത്മാവ് അവന് നഷ്ടമാകും. ഏതായാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കുവാൻ നാം ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇത് വിശ്വസിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. 3-ാമത്തെ പാരഗ്രാഫിൽ യെശയ്യാ 55:8-9 ഉദ്ധരിച്ചിരിക്കുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും തമ്മിൽ വലിയ ഒരു അകലമുണ്ട്. ഇന്നലെ ഞാൻ ചാൾസ് വെസ്ലി പറഞ്ഞ ഉദാഹരണം പറഞ്ഞല്ലോ. ചാൾസ് വെസ്ലി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുഴുവിനെ കാണിച്ചു തരിക. മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുഴുവിനെ കാണിച്ചു തരിക. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. വളരെ അർത്ഥവത്തായ പ്രസ്താവനയാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചും ത്രിയേകത്വത്തെക്കുറിച്ചും പറയുന്ന പല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ചെറിയ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ബുദ്ധിക്ക് അതീതമാണ്. അതുകൊണ്ട് തിരസ്കരിക്കുക എന്നുള്ളതല്ല, ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ആവർത്തനം 29 നാം വായിക്കുന്നല്ലോ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്കുള്ളത്, എന്നാൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും അനുസരിക്കുവാനുള്ളതാണ്. അപ്പോൾ ദൈവം എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു അതാണ് നാം ഈ പഠനത്തിൽ പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കേണ്ടത്. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത പാരഗ്രാഫിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഈ വിഷയം പഠിക്കുമ്പോൾ ദൈവം എങ്ങനെ ഒരേ സമയം 3 വ്യക്തികളായും സാരാംശത്തിൽ ഏകനായി ഇരിക്കുന്നു എന്നത് മനസ്സിലാക്കാനല്ല പ്രത്യുത, ദൈവവചനം ഈ വിഷയത്തെക്കുറിച്ച് എന്തെല്ലാം സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് നാം പരിശ്രമിക്കുന്നത്. ആ ഹൗ ക്വസ്റ്റ്യൻ അല്ല, വാട്ട് ഈസ് ട്രിനിറ്റി, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗ എന്നുള്ളതിൻ്റെ ഉത്തരം ദൈവമായതുകൊണ്ട് ദൈവത്തിന് സാധ്യമാണ് എന്ന് മാത്രമാണ്. അതിനേക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ തലപോയിക്കേണ്ട ആവശ്യം നമുക്കില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല എന്ന് ദാവീദ് എഴുതിയിട്ടുണ്ട്. അതങ്ങനെ അത് ദൈവത്തിന് വിട്ടേക്കാം. പക്ഷെ എന്താണ് ത്രിയേകത്വം അത് നാം മനസ്സിലാക്കണം. അത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന നിലയിൽ ദൈവവചനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കണം. പിന്നെ അവസാന ഭാഗത്ത് ഈ ട്രിനിറ്റി എന്നുള്ള വാക്ക് 2-ാം പേരിലേക്ക് വരുമ്പോൾ, തെർത്തുല്യൻ എന്ന സഭാപിതാവാണ് 2-ാം നൂറ്റാണ്ടിൽ ആ വാക്ക് ആദ്യമായി കൃത്യമായി ഉപയോഗിക്കുന്നത്. എന്നാൽ തെർത്തുല്യനല്ല ഈ ഉപദേശം കണ്ടുപിടിച്ചത്. ഉപദേശം ഉൽപ്പത്തി മുതലേ ഉണ്ട്, എന്നാൽ നല്ലൊരു പദം അദ്ദേഹം കണ്ടുപിടിച്ചു. ആ പദം തന്നെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് മാത്രം. പിന്നെ നിർവചനവും സാരാംശം ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞാണ്. എല്ലാം ഞാൻ വായിക്കാൻ പോയാൽ അടുത്തതിലോട്ട് പോകാൻ പറ്റുകയില്ല. എങ്കിലും ആ നിർവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ദൈവം തൻ്റെ സ്വർഗീയ പ്രകൃതിയിൽ, ഡിവൈൻ നേച്ചറിൽ, എസൻസിൽ ഏകനാണെങ്കിലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തികളായി നിത്യമായി സ്ഥിതി ചെയ്യുന്നു. ഇതാണ് തൃത്വോപദേശത്തിൻ്റെ ചുരുക്കം. ദൈവത്തിൻ്റെ സാരാംശം ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്വം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ 3 വ്യക്തികളുണ്ട്. ആരൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവിടെ സാരാംശം എന്ന് പറഞ്ഞാൽ പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ ഗുണലക്ഷണങ്ങളെയാണ് ഈ സാരാംശം എന്ന് പറയുന്നത്. ഡിവൈൻ ആട്രിബ്യൂട്ട്സ്. ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സ്നേഹസമ്പൂർണനാണ്, കരുണയുള്ളവനാണ്. ഇങ്ങനെ അനേകം ലക്ഷണങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർന്നതിനെയാണ് ദൈവപ്രകൃതം അല്ലെങ്കിൽ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിൽ ഈ 3 തുല്യരാണ്. പക്ഷേ വ്യത്യസ്തമായ ആളത്വങ്ങൾ അവർക്കുണ്ട്. എന്താണ് ഈ ആളത്വം? അടുത്ത പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് 3 നിലയിലാണ് വെളിപ്പെടുന്നത്. ഇൻ്റലിജൻസ്, ഇമോഷൻസ് ആൻഡ് വിൽ പവർ. ബുദ്ധിശക്തി, വികാരങ്ങൾ, ഇച്ഛാശക്തി. ഇതിൽ കൂടെയാണ് അവർ വെളിപ്പെടുന്നത്. ദൈവത്തിന് മാത്രമല്ല, ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമുക്കും ആളത്വമുണ്ട്. അത് നമുക്കും ദൈവത്തിനും മാത്രമുള്ള പ്രത്യേക കാര്യങ്ങളാണ്. പിന്നെ 3-ാം പേജിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ പിക്ചർ ശ്രദ്ധിച്ചു നോക്കിയാൽ നടുക്കൊരു ട്രയാങ്കിളാണ്. ഫാദർ ഈസ് ഗോഡ്, പിതാവ് ദൈവമാണ്. സൺ ഈസ് ഗോഡ്, പുത്രൻ ദൈവമാണ്. സ്പിരിറ്റ് ഈസ് ഗോഡ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ അതിൻ്റെ ഔട്ടർ സർക്കിൾ നോക്കിയാൽ പിതാവ് പുത്രനല്ല, പിതാവ് പരിശുദ്ധാത്മാവുമല്ല. അതുപോലെ പുത്രൻ പിതാവല്ല, പുത്രൻ പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് പുത്രനല്ല, പരിശുദ്ധാത്മാവ് പിതാവുമല്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഇന്നലെ ഞാൻ സമയമെടുത്ത് പറഞ്ഞുകൊണ്ട് ഇനി അത് ഓടിച്ചങ്ങ് പറഞ്ഞു പോവുകയാണ്. അത് 4-ാം പേജ് വരുമ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടെ ലളിതമായ കാര്യങ്ങളാണ് 4-ാം പേജ് മുതൽ ചിന്തിക്കുന്നത്. ഈ പറഞ്ഞ തൃത്വത്തിൻ്റെ ആ ഡെഫിനിഷനെ ഒന്ന് ലളിതവൽക്കരിച്ച് സിംപ്ലിഫൈ ചെയ്ത് 6 പ്രസ്താവനകളായി 4-ാം പേജിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും നോട്ട്സ് നോക്കുക. 6 പ്രസ്താവനകൾ ഞാൻ പെട്ടെന്ന് വായിക്കാം. 1, ദൈവം സാരാംശത്തിൽ ഏകനാണ്. ഗോഡ് ഈസ് വൺ. 2, ദൈവിക ആ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട്. ദൈവം ഏകനാണെന്ന് വ്യക്തമായി പറയുന്ന ബൈബിൾ
ആ ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിലൊരു ബഹുത്വമുണ്ടെന്ന് പല നിലകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശരി, അങ്ങനെ പറയുമ്പോൾ ഈ ബഹുത്വം എന്ന് പറയുന്നത് അനേകത്വമല്ല, അനേകർ ചേർന്ന ബഹുത്വമല്ല, പിന്നെയോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ മാത്രം അടങ്ങിയ ബഹുത്വമാണ്. മൂന്ന് വ്യക്തികളെ ഉള്ളൂ. അത് നാലുമല്ല, നാലായി വർദ്ധിക്കുന്നില്ല, രണ്ടായി ചുരുങ്ങുന്നില്ല. നാലാമത്തെ പ്രസ്താവന പിതാവ് ദൈവമാണ്, പിന്നെ 5 പുത്രൻ ദൈവമാണ്, 6 പരിശുദ്ധാത്മാവ് ദൈവമാണ്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ സത്യങ്ങൾ എല്ലാം ഒരേ സമയം ശരിയാകണമെങ്കിൽ എൻ്റെ വാചകം ഒന്ന് പൂർത്തിയാക്കി. ദൈവം ആരായിരിക്കണം? ദൈവം ത്രിയേകനായിരിക്കണം. ദൈവം ത്രിയേകനാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒറ്റയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന വേദപുസ്തക സത്യങ്ങൾ എല്ലാം ഒരേ സമയം സത്യമാകുകയുള്ളൂ, ശരിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ത്രിയേകത്വം എന്നൊരു വാക്ക് പിൽക്കാലത്ത് ഭക്തന്മാർ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി അതിൻ്റെ ഒന്നാമത്തെ ഇതിൻ്റെ വിശദീകരണമാണ്. ദൈവം സാരാംശത്തിൽ ഏകനാണ് എന്ന് നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്. ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു 6 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വ്യക്തമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നു ദൈവം ഏകനാണ്, ദൈവമല്ലാതെ മറ്റൊരുത്തനുമില്ല, ദൈവത്തെ കൂടാതെ വേറെ ആരുമില്ല, ദൈവം ആദ്യം മുതലുള്ളവനാണ്. ഇതെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞു രണ്ടാമത്തെയാണ് ഇന്നലെ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ദൈവിക ഏകത്വത്തിൽ ബഹുത്വമുണ്ട്. ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും അതിലൊരു ബഹുത്വം പ്രത്യക്ഷമായോ പരോക്ഷമായോ സൂചിപ്പിക്കുന്നുണ്ട്. ചിലത് വ്യക്തമായി പറയും, ചിലടത്ത് അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, 31:1. അവിടെ അല്പം കൂടി ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. ഇവിടെ ഈ പറയുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് ദൈവത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? എലോഹിം. എബ്രായ ഭാഷയിൽ തന്നെ ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഏൽ എന്നൊരു പദമുണ്ട്, ഏൽ. അത് വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു. എന്തിനാണ് എലോഹിം എന്ന പദം തന്നെ ഉപയോഗിച്ചത്? എലോഹിം വാസ്തവത്തിൽ ബഹുവചനമാണ്. ആ പദമാണ് ബൈബിളിലെ ദൈവത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊരു ബഹുത്വമുണ്ട്, ആ പേരിൽ തന്നെ ഒരു ബഹുത്വമുണ്ട്. മറ്റൊരു പദം ഉള്ളപ്പോൾ അതിനെ ഒഴിവാക്കി എന്തിനാണ് ഈ പദം ഉപയോഗിച്ചത്? ആ പേരിൽ തന്നെ ആ ബഹുത്വം സൂചിപ്പിക്കാനാണ്. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട്, തീർന്നില്ല. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം സൃഷ്ടിച്ചു, ബാറ. ഇന്നലെ ഒരു സംശയം ചോദിച്ചു, ആ ഒരു വ്യാകരണം നമ്മുടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇല്ലല്ലോ. ഇല്ല. ഇത് ഇവിടെ പറയുന്ന വ്യാകരണ നിയമം എബ്രായ ഭാഷയിലെ മാത്രം വ്യാകരണ നിയമം. എന്താണ്? എബ്രായ ഭാഷയിൽ ഈ ക്രിയാപദങ്ങൾക്ക് അതിനുമുണ്ട് ഏകവചനവും ബഹുവചനവും. മലയാളത്തിൽ അങ്ങനെയില്ല. ഇംഗ്ലീഷിൽ വരും. ഇംഗ്ലീഷിൽ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ പ്ലൂറലൊക്കെ വരും ഇംഗ്ലീഷിലെ പ്രസന്റ് ടെൻസ് ആകുമ്പോൾ മാത്രം. പാസ്റ്റ് ടെൻസിൽ അതുമില്ല. അപ്പോൾ ഓർക്കണം, ഞാനിവിടെ പറയുന്ന വ്യാകരണ നിയമം എബ്രായ ഭാഷയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. എബ്രായ ഭാഷയിലാണല്ലോ ദൈവം ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിച്ചത്. അപ്പോൾ അവിടുത്തെ ആ വ്യാകരണത്തിൽ ആ ക്രിയാപദം ആ നാമപദം ബഹുവചനമാകുമ്പോൾ ക്രിയാപദവും ബഹുവചനമാകണം. പക്ഷെ എന്നാൽ ഇവിടെ നാമപദം എലോഹിം ബഹുവചനമാണെങ്കിലും ക്രിയാപദം ബാറ സിംഗുലറാണ് എബ്രായ ഭാഷയിൽ. നമ്മുടെ ഭാഷയിൽ മനസ്സിലാകില്ല, ഇംഗ്ലീഷിലും മനസ്സിലാകില്ല. എബ്രായ ഭാഷയിൽ അങ്ങനത്തെ ഒരു അപൂർവമായ കൺസ്ട്രക്ഷനാണ്, അല്ലെ ആ നിലയിലുള്ള ഒരു രീതിയിലാണ് ഒന്നാം വാക്യം തന്നെ എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് എഴുതിയ മോശയ്ക്ക് പോലും ഇതിൻ്റെ ആശയം മനസ്സിലായി കാണുകയില്ല. മോശയോട് അങ്ങനെ എഴുതാൻ പറഞ്ഞു, മോശ അങ്ങനെ എഴുതി. എന്നാൽ ഇന്ന് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കുറെ കൂടെ എളുപ്പമാണ്. കാരണം നമുക്ക് പുതിയ നിയമം കൂടെ കിട്ടിയിട്ടുണ്ട്. പുതിയ നിയമം വന്നപ്പോഴാണ് പഴയ നിയമത്തിലെ പല ദുർഗ്രഹമായ കാര്യങ്ങളും കുറെ കൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലായത്. കർത്താവ് യേശുക്രിസ്തുവാണല്ലോ അന്തിമ വെളിപ്പാട്. അപ്പോൾ അതാണ് ഇന്നലെ നാം ചിന്തിച്ചത്. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്ത പേജ് 6. സാധാരണ തൃത്വത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ, ആദ്യത്തെ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി 1:26-27 സാധാരണ നാം പറയുന്നത്. അതും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി 1:26-27. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിന്മേലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിമേലും ഭൂമിയിലെഴുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ തുടങ്ങുമ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ
നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ആരാണ് സംസാരിക്കുന്നത്? ദൈവം. ദൈവം സംസാരിക്കുമ്പോൾ ദൈവം പറയുകയാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ. വാസ്തവത്തിൽ വ്യാകരണ നിയമം അനുസരിച്ച് ഞാൻ എൻ്റെ സ്വരൂപത്തിൽ എന്നാണ് പറയേണ്ടത്. എന്നാൽ ഇവിടെ നാം നമ്മുടെ സ്വരൂപത്തിൽ. അപ്പോൾ ഇതിനകത്തൊരു ബഹുത്വമുണ്ട്. പക്ഷേ ഈ ബഹുത്വം ആരാണ്, ഏതാണ്, അതിനെക്കുറിച്ചാണ് പലപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ളത്. സാധാരണ ആളുകൾ പറയും എന്ന് വെച്ചാൽ ഇത് തൃത്വം നിഷേധിക്കുന്നവർ പറയുന്നതിൻ്റെ മറുപടിയാണ് അടുത്ത 2 പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ചിലർ പറയാറുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫ് അങ്ങ് വായിച്ചു പോകാം. 27 ബാക്കി ഞാൻ വായിച്ചില്ല, അതിലേക്ക് പിന്നെ വരാം. 2-ാം പാരഗ്രാഫ് ഉൽപ്പത്തി 1:26 ദൈവം തന്നെക്കുറിച്ച് പറയുമ്പോൾ നാം, അസ് എന്ന ബഹുവചന രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്വത്തിൽ, ഗോഡ്ഹെഡ്, ഒരു ബഹുത്വമുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. നാം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പൂജക ബഹുവചന പ്രയോഗം, മജസ്റ്റിക് പ്ലൂറാലിറ്റി മാത്രമാണെന്ന് പറയുന്നവരുണ്ട്. യഹൂദന്മാർ അതാണ് പറയുന്നത്. ഇതൊരു പൂജക ബഹുവചനമാണ്. ദൈവമല്ലേ, ദൈവം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അല്പം ബഹുമാന പുരസ്സരം പറയുന്നതാണ്. നമുക്കറിയാം, പോപ്പ് ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഐ എന്ന് പറയത്തില്ല, ബി അല്ലേ. നമ്മുടെ ബിഷപ്പുമാരും അങ്ങനെയൊക്കെയാണ് അല്ലേ, നാം കൽപ്പിക്കുന്നു. പഴയകാലത്തെ നമ്പൂതിരിമാരും രാജാക്കന്മാരും ഒക്കെ അവർ സ്വയം പറയുമ്പോഴും നാം അല്ലെ നോം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെയാണ് ദൈവം ഇവിടെ പറയുന്നത് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് തെറ്റാണ്. എന്താണ് കാരണം? അടുത്ത വാചകം, എന്നാൽ അത് ശരിയല്ല. ദൈവം തന്നെക്കുറിച്ച് പറയുന്ന അനേകം വേദഭാഗങ്ങളിൽ ഞാൻ എന്നാണ് പറയുന്നത്. അനേക വാക്യങ്ങളുണ്ട്, ചിലത് മാത്രമേ ഉച്ചരിച്ചിട്ടുള്ളൂ. എന്തിന്? പുറപ്പാട് 3:14 മോശയ്ക്ക് പ്രത്യക്ഷനായപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനാകുമ്പോഴൊക്കെ പറയുന്നത് ഞാൻ നിന്റെ പരിചയമാണ്, പ്രതിഫലമാണ്, എല്ലാം ഞാൻ. ഇതാണ് ധാരാളം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നാം എന്ന പ്രയോഗം ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇതൊരു പൂജക ബഹുവചനമായിരുന്നു എങ്കിൽ ദൈവം പറയുന്ന എല്ലാ സന്ദർഭങ്ങളിലും ദൈവം ഇങ്ങനെ തന്നെ പറയണം, നാം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ അല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ 2-ാമത്തെ ആരോപണം, വേറെ ചിലർ പറയുന്നത് ഇവിടെ, അത് യഹോവ സാക്ഷികളുടെ ആരോപണമാണ്, ഇവിടെ ദൈവം ദൂതന്മാരോട് സംസാരിക്കുകയാണ്. അവർ പറയുന്നത് സ്വർഗത്തിലൊരു കോൺഫറൻസ് നടക്കുകയാണ്, ദൂതന്മാരുണ്ട്. അപ്പോൾ ദൂതന്മാരെ അഭിസംബോധന ചെയ്ത് ദൈവം സംസാരിക്കുമ്പോൾ ദൈവം പറയുകയാണ് ദൂതന്മാരോട്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ ദൈവത്തെയും ദൂതന്മാരെയും കൂടെ ചേർത്താണ് നാം എന്ന് പറയുന്നത്. അത് തെറ്റാണ്. എങ്ങനെ അറിയാം? വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം എന്ന് പറയുന്നത് ഇന്റർപ്രറ്റ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് വ്യാഖ്യാനിക്കണം. 27-ാം വാക്യത്തിൽ എന്താണ് നാം വായിക്കുന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ശ്രദ്ധിക്കുക, 26-ാം വാക്യത്തിൽ നാം എന്ന് പറഞ്ഞിട്ട് 27-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? പിന്നെയും ഏകവചനത്തിലേക്ക് പോവുകയാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെയും ദൂതന്മാരുടെയും സ്വരൂപത്തിൽ എന്നല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 2 ആരോപണങ്ങളും തെറ്റാണ്. ഒന്നാമത്തെ ആരോപണം എന്താണ്? ഇതൊരു പൂജക ബഹുവചനമാണ്. അത് തെറ്റാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ എല്ലായിടത്തും അത് തന്നെ കാണണം. 2, ഇത് ദൂതന്മാരെയും കൂടെ ചേർത്താണ് പറയുന്നത്. അതും തെറ്റാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൂതന്മാരുടെ സ്വരൂപത്തിലല്ല, ദൈവത്തിൻ്റെ തന്നെ സ്വരൂപത്തിലാണെന്ന് 27-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നാം എന്ന് പറയുന്നത് ദൈവത്തിലെ തൃത്വത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ദൈവതൃത്വത്തിൽ അവരുടെ കോൺഫറൻസ് ഉണ്ട്. പക്ഷെ ആരാണ് അതിലുള്ളത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവർ 3 പേരും കൂടാണ് ഇവിടെ ഈ സൃഷ്ടിയുടെ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ സംസാരിക്കുകയാണ്, പിതാവ് സംസാരിക്കുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പോൾ ആ വാക്യത്തിലും വ്യക്തമായിട്ട് ഈ ബഹുത്വം കാണാൻ സാധിക്കും. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇവിടുത്തെ തലക്കെട്ട് മറക്കരുത്, ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട്. അതിൻ്റെ വാക്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നാം പരിശോധിക്കുന്നത്. ഇനി അടുത്തത് ആവർത്തനം 6-4. സൗരന്മാർക്കാർക്കൊന്ന് വായിക്കാമോ? ഇടയ്ക്കൊരു ഫ്രീ ആകുകയും ചെയ്യും. അല്ല നോട്ട്സ് വായിച്ചാൽ നോട്ട്സ് വായിച്ചു.
ഏഹാദ് അല്ലെങ്കിൽ ഏഖാദ്. ആ ഞാനത് പറയാം. ദൈവം ഏകൻ തന്നെ. ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞു, യഹൂദന്മാരുടെ അടിസ്ഥാന ഉപദേശ പ്രമാണമാണ്. ക്ഷേമ പാസേജ് എന്ന് പറഞ്ഞല്ലോ. അവിടെ തന്നെ എന്താണ് പറയുന്നത്? ഇസ്രായേലെ കേൾക്കാം. ആ കേൾക്കുക എന്നുള്ളത് ക്ഷേമ എന്നാണ് വാക്ക്. അത് മൂന്നാമത്തെ പേരിലും കണ്ടുണ്ട്, നാലാമത്തെ പേരിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ യഹോവ, നമ്മുടെ ദൈവമാണ് യഹോവ ഏകൻ തന്നെ. ഏകൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏഹാദ്, ഏഖാദ്. രണ്ട് നിലയിലും അത് എബ്രായ ഭാഷയിൽ പ്രൊനൗൺസ് ചെയ്യും. ഞാൻ രണ്ടും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഏഖാദ്. അതെങ്ങനെയാലും നമുക്ക് വലിയ വിഷയമല്ല, എബ്രായ ഭാഷയുടെ പ്രൊനൗൺസിയേഷനാണ്. എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സംയുക്ത ഏകത്വം, കളക്റ്റീവ് യൂണിറ്റി കാണിക്കുന്ന പദമാണ്. തെളിവെന്താണ്? ഉൽപ്പത്തി 2:24 എന്താണ് നാം വായിക്കുന്നത്? അവർ അങ്ങനെ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, പിന്നെ അവർ ഏകദേഹമായി തീരും. ഏകദേഹം. അവിടെയും ഈ ഏകാദ് എന്ന പദമാണ്. ഒന്ന് ചിന്തിക്കുക, കുടുംബത്തിൽ എത്ര പേരുണ്ട്? കുടുംബജീവിതത്തിൽ ഭർത്താവ്, ഭാര്യ. നമ്മളെപ്പോഴും കല്യാണ പ്രസംഗത്തിൽ പറയുന്നതാണ് അവർ ഏകദേഹമായി തീരും. എന്താണ് അതിൻ്റെ അർത്ഥം? അവർ രണ്ടും കൂടെ ചേർന്ന് ഒന്നായി തീരുകയല്ല, അല്ലേ? എന്നാൽ അവർ തമ്മിൽ ഒരു അവിഭാജ്യമായ ഐക്യതയുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഏഖാദ് അല്ലെങ്കിൽ ഏഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് ഐക്യതയെ കാണിക്കാൻ വേണ്ടിയാണ്. അവരൊന്നാണ്, പക്ഷേ അതിൽ രണ്ട് ആളത്വങ്ങളുണ്ട്, അല്ലേ? കുടുംബത്തിൽ അവർ ഭാര്യയും ഭർത്താവും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒന്നാണ്. എന്നാൽ അതിൽ തന്നെ രണ്ട് വ്യക്തികളുണ്ട്, ഭാര്യ, ഭർത്താവ്. അവിടെയും ഏഖാദാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഉൽപ്പത്തി 1:5 അവിടെ പകലായി രാത്രിയായി ഒന്നാം ദിവസം എന്നൊക്കെ പറയുമ്പോൾ അവിടെയും ആ ഒന്നാം ദിവസം എന്നൊക്കെ വരുമ്പോൾ ഈ ഏഖാദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഫസൽ ഒരു ദിവസം എന്ന് പറയുമ്പോൾ പകലുമുണ്ട് രാത്രിയുമുണ്ട്. രണ്ടും കൂടെ ചേർന്നാണ് ഒരു ദിവസം ആകുന്നത്. അതുപോലെ സംഖ്യാപുസ്തകം 13:23 എഴുതിയിട്ടില്ല, റെഫറൻസ് മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ മക്കൾ ഈ ഒറ്റുനോക്കാൻ പോയിട്ട് അവിടെ ഒരു എസ്കോൾ താഴ്വരയിൽ ചെന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തുകൊണ്ട് വന്നു എന്ന് നാം വായിക്കുന്നു. ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തു. അവിടെ ഒരു കുല മുന്തിരിവള്ളി, അവിടെയും ഏഖാദ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കുല മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ അതിൽ എത്ര മുന്തിരിങ്ങ ഉണ്ട്? ധാരാളം കാണും. പക്ഷേ ഒരു ബഞ്ചാണ്. നമ്മൾ ഇംഗ്ലീഷിലും പറയുന്നത് ബഞ്ച് ഓഫ് കീസ്, താക്കോൽ കൂട്ടം. അത് ഒന്നാണ്, പക്ഷേ എന്നാൽ ഒന്നിൽ പലതടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കളക്റ്റീവ് യൂണിറ്റ് വരുന്നിടത്തെല്ലാം ഏഖാദ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതേ വാക്കാണ് ആവർത്തനം 6:4 ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ ഏഖാദ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് യാഹിദ് എന്ന വാക്കാണ് ഏകത്വം മാത്രം കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഇബ്രായ ഭാഷയിൽ വേറെ വാക്കുണ്ട്, വേറെ വാക്കില്ലാത്തതുകൊണ്ടല്ല. യാഹിദ് അല്ലെ യാഹിദ് എന്നൊരു വാക്കുണ്ട്, അത് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പത്തി 22:2-12 അവിടെ എന്താണ്? അബ്രഹാമിനോട് പറയുമ്പോൾ നിന്റെ ഏകജാതനായ പുത്രൻ അല്ലെങ്കിൽ ഒരേ ഒരു മകൻ. അവിടെ ഏഖാദല്ല ഉപയോഗിച്ചിരിക്കുന്നത്, യാഹിദാണ്. അവിടെ ഒന്നേ ഉള്ളൂ, അല്ലേ? അബ്രഹാമിന് ഏകജാതനായ മകൻ എന്ന് പറയുന്നത് ഇസ്ഹാക്കിനെ ഉദ്ദേശിച്ച. അവിടെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, അവിടെ യാഹിദ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ന്യായാധിപന്മാർ 11:34 ഇബ്താഹിൻ്റെ ഏക മകൾ, അവിടെയും യാഹിദ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, പഴയ നിയമത്തിൽ ഈ രണ്ട് വാക്കുകളും വരുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ദൈവം ഏകൻ മാത്രമാണെന്ന് ഇത്രയും ശക്തമായി ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന പഴയ നിയമം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഏഖാദ് എന്ന വാക്ക് ഉപയോഗിച്ചു? അതും മനഃപൂർവ്വം ചെയ്തതാണ്. മോശയോട് അങ്ങനെ പറഞ്ഞു, മോശ അങ്ങനെ എഴുതി. കാരണം ദൈവം ക്രമേണ അത് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ഏകത്വത്തിൽ എന്തുണ്ട്? ഒരു ബഹുത്വം ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അടുത്തത് യെശയ്യാ 6:8 അവിടെ ഇത് തന്നെ വരുന്നു. അവിടെ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? നോട്ട്സ് നോക്കുക. ആർ നമുക്ക് വേണ്ടി പോകും. ശ്രദ്ധിക്കുക, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ഏകവചനം. അടുത്ത വാചകം എന്താണ്? ആർ എനിക്ക് വേണ്ടി പോകുന്നല്ല, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. നോക്കുക, ഞാൻ, നമുക്ക് എന്നീ പദങ്ങൾ പര്യായ പദങ്ങളായി സിനോണിമസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? നമുക്ക് ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്. ദൈവം ഒരു സമയത്ത് ഞാനെന്ന് പറയുന്നു, അടുത്ത വാചകത്തിൽ നമുക്ക് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകത്വത്തിലെ ബഹുത്വം ഇവിടെയും കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള പല വാക്യങ്ങളുണ്ട്.
പിന്നെയും ചിലതുണ്ട്, ഉൽപ്പത്തി 11 വരെ വരുന്നുണ്ട്. അങ്ങനെ ചുരുക്കം ചില സന്ദർഭങ്ങളിലൊക്കെ ഈ നാം എന്ന പ്രയോഗം കാണാൻ സാധിക്കും. ഈ വാക്യം ഇപ്പോൾ നോക്കണ്ട, സംഗതികൾ പിന്നെ നോക്കാം. യോഹന്നാൻ 12:37-41 കുറിച്ചേക്കുക. ഇവിടെ യെശയ്യാവ് 6:8 യോഹന്നാൻ 12:37-41 കുറിച്ചേക്കുക. ഇതേ സംഭവം യോഹന്നാൻ ഉച്ചരിക്കുന്നുണ്ട്. അവിടെ യോഹന്നാൻ പറയുന്നു, അവിടെ യോഹന്നാൻ 12:37-41 അവിടെ യോഹന്നാൻ പറയുന്നുണ്ട്, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടിട്ടാകുന്നു ഇത് പ്രസ്താവിച്ചത്. അവിടെ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ തേജസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കാര്യമാണ്. 37 വാക്യത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ യോഹന്നാൻ പറയുകയാണ് യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. യെശയ്യാവ് ആരെയാണ് കണ്ടത്? നമ്മൾ വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ദൈവം ഉയർന്നും പൊങ്ങിയുള്ള കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ആരെയാണ് യെശയ്യാവ് കണ്ടത്? പറഞ്ഞു. ചോദ്യത്തിന്റെ രൂപത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ കഴിയും. ആരെയാണ് കണ്ടത്? യെശയ്യാപ്രവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ പിതാവിനെ കണ്ടു എന്നേ നാം മനസ്സിലാക്കത്തുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യോഹന്നാൻ ആ വാക്യം ഉദ്ധരിച്ചിട്ട് പറയുകയാണ് യെശയ്യാവ് യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടു എന്നാണ് എഴുതിയത്. അപ്പോൾ വാസ്തവത്തിൽ ദൈവം അല്ലെങ്കിൽ യഹോവ എന്ന് പറയുന്നതിൽ ഈ 3 ആളത്വങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് യഹോവയെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളൊക്കെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉദ്ധരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഈ ബഹുത്വം വരുമ്പോൾ, ഈ ബഹുത്വം ഉണ്ടെന്നുള്ള തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. അടുത്ത പിന്നെ വരുന്നുണ്ട്. ആ ബഹുത്വത്തിൽ വരുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണെന്ന് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷനോടെ കഴിഞ്ഞ് മൂന്നാമത്തേത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ മാത്രം അടങ്ങിയ ബഹുത്വമാണിത്. അപ്പോൾ ബഹുത്വം എന്ന് പറയുമ്പോൾ എത്ര പേരാകാം? എത്ര പേർ വേണമെങ്കിലും ആകാം. എന്നാൽ അങ്ങനെയല്ല, ഇതിനെ ദൈവം തന്നെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അനേകത്വമല്ല. എഴുതിയിട്ടുണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ മാത്രം അടങ്ങിയ ബഹുത്വമാണ്. താഴെ ദൈവത്വത്തിലെ ബഹുത്വം എന്ന് പറയുന്നത് അനേകത്വം, മൾട്ടിപ്ലിസിറ്റി അല്ല, പ്രത്യേക 3 വ്യക്തികളിൽ ഒതുങ്ങുന്ന ബഹുത്വം, ലിമിറ്റഡ് പ്ലൂറാലിറ്റിയാണ്. ഇംഗ്ലീഷിൽ ഇതിനൊക്കെ നല്ല പദങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെ അതൊക്കെ ഞാൻ ഇംഗ്ലീഷിലും കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമാണ്. ലിമിറ്റഡ് പ്ലൂറാലിറ്റി, അത് 3 വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്ന പരിമിതപ്പെട്ട ബഹുത്വമാണ്, അനേകത്വം അല്ല. ഇവിടെ ഇനിയും വാസ്തവത്തിൽ ഉൽപ്പത്തി 1:1-3 ഞാൻ എഴുതിയിട്ടില്ല. അത് നമുക്ക് അറിയാമല്ലോ, അതുകൂടെ വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ നോട്ട് ചെയ്തോ. സംഘത്തിൽ 110-1 പോകുന്നതിന് മുമ്പ് ഉൽപ്പത്തി 1:1-3 വരെ കൂടെ സൈഡിലങ്ങ് എഴുതിക്കും. അവിടെ എന്താണ് നാം കാണുന്നത്? ഉൽപ്പത്തി 1 എന്താണ് കാണുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. 2-ാം വാക്യം എന്താണ്? ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് അല്ലേ അവിടെ പരിവർത്തിച്ചുകൊടുത്തു. 2-ാം വാക്യം. അപ്പോൾ 1-ാം വാക്യത്തിൽ ദൈവം, 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ 3-ാം വാക്യം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവത്തിൻ്റെ വചനമാണ് 3-ാം വാക്യത്തിൽ കാണുന്നത്. വാസ്തവത്തിൽ ശ്രദ്ധിച്ച് വായിച്ചാൽ ഉൽപ്പത്തി 1 ആദ്യത്തെ 3 വാക്യങ്ങളിൽ തന്നെ ഈ തൃത്വം കാണാൻ സാധിക്കും. 1-ാം വാക്യത്തിലെ തൃത്വം വ്യാകരണം അറിയാവുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഇതല്ലാത്തുള്ളവർക്കും മനസ്സിലാകും. ദൈവം, ആത്മാവ്, പിന്നെ ദൈവത്തിൻ്റെ വചനം. ഉൽപ്പത്തി 1 മുതൽ 3 വരെ. അതുകൊണ്ട് വേണമെങ്കിൽ സൈഡിൽ എഴുതിക്കൊള്ളുക. എല്ലാ റെഫറൻസും ഞാൻ കൊടുത്തിട്ടില്ല. ശരി, ഇവിടെ കൊടുത്തിരിക്കുന്നത് 110-ാം സംഘത്തിന് 1-ാം വാക്യം. അതല്പം വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർ അല്പം ശ്രദ്ധിക്കണം. ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് തർജ്ജമകളിലെല്ലാം യഹോവ എന്നുള്ള പദം കാണാൻ കഴിയത്തില്ല. അതിന് പകരം LORD ഫുൾ ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. അത് ജഹോവ എന്ന. പക്ഷെ മലയാളം തർജ്ജമ എന്തുകൊണ്ടോ അത് വളരെ ഭംഗിയായി തർജ്ജമ ചെയ്തു. ഉദാഹരണത്തിന് 21-ാം സംഘത്തിന് 1-ാം വാക്യം എന്താണ്? മലയാളത്തിൽ യഹോവ എൻ്റെ ഇടയനാണ്. ഇംഗ്ലീഷിലോ ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ആ ലോർഡിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം. LORD ഫുൾ ക്യാപിറ്റലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നവർ ഇനിയും തൊട്ട് ശ്രദ്ധിച്ചോളണം. എവിടെയെല്ലാം LORD ഫുൾ ക്യാപിറ്റൽ ഉണ്ടോ അത് മൂലഭാഷയിലെ യഹോവയെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതെങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് ചോദിച്ചാൽ അത് വലിയ ചരിത്രമാണ്, എല്ലാം പറയാൻ പറ്റുകയില്ല. ഈ സെപ്റ്റുവജിൻ്റ് വേർഷൻ ഗ്രീക്ക് തർജ്ജമ BC 2-ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ ആ സമയത്തൊക്കെയാണ് ഈ പരീശന്മാരൊക്കെ പരീക്ഷ പ്രസ്ഥാനം തുടങ്ങുന്നത്. അവരുടെ ഭക്തി കൂടി അവർ പറഞ്ഞു, ദൈവത്തിൻ്റെ പേര് ആരും ഉച്ചരിക്കാൻ പാടില്ല. നിന്റെ ദൈവമായ യഹോവയുടെ നാമം
വൃഥ എടുക്കരുതെന്ന് കൽപ്പനയുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേര് ഉച്ചരിച്ചാൽ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ യഹോവ എന്ന പേര് ആരും ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം യഹോവ എന്ന് പറയേണ്ടി വരുമ്പോൾ കർത്താവ്, അഡോണായി എന്ന് പറയണം. അപ്പോൾ അത് പിന്നെ ഗ്രീക്കിലോട്ട് തർജ്ജമ ചെയ്തപ്പോഴത്തേക്ക് ഇതെല്ലാം ക്യൂരിയോസായി, ലോഡായി. അങ്ങനെയാണ് യഹോവയും എന്നാൽ കർത്താവ് എന്നുള്ള പേര് വേറെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ക്യൂരിയോസ് ആയിട്ട് ഗ്രീക്കിൽ മാറി. ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിന് ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച ഒരു രീതിയാണ്, യഹോവ എന്ന് എബ്രായ ഭാഷയിൽ വരുന്നിടത്തെല്ലാം അവർ എല്ലോ ആട്ടി ഫുൾ ക്യാപിറ്റലായി, അല്ലാതുള്ളിടത്തെല്ലാം എൽ മാത്രം ക്യാപിറ്റലാക്കി. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇവിടെ വാസ്തവത്തിൽ യഹോവ എന്ന വാക്കാണ് വരുന്നത്. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കാം. ഇവിടെ നമുക്ക് ബൈബിൾ ഒന്ന് എടുക്കണം. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? യഹോവ ദാവീദിൻ്റെ വാക്കുകളാണ് 110 സങ്കീർത്തനം. ഇന്ന് നമുക്കറിയാം മശിഹ സങ്കീർത്തനമാണെന്ന്. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ദ ലോർഡ് സെഡ് ടു മൈ ലോർഡ്. ഇതാരാണ്? ഒന്നാമത്തേത് ആരാണെന്ന് നമുക്കറിയാം. ആദ്യത്തെ ലോർഡ് യഹോവ തന്നെയാണ്. ഈ എൻ്റെ കർത്താവെന്ന് ദാവീദ് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഓർക്കണം, ദാവീദ് ജീവിച്ചിരുന്ന കാലത്ത് ദാവീദാണ് ഏറ്റവും വലിയ മഹാരാജാവാണ്. ദാവീദിനേക്കാൾ വലിയ ഒരാളും ആ ഭൂമിയിലെങ്ങുമില്ല. എന്നാൽ ദാവീദ് എൻ്റെ കർത്താവ് എന്നൊരാളെ വിളിക്കണമെങ്കിൽ ഇതാരാണ് ഈ എൻ്റെ കർത്താവ്? യഹോവയെ നമുക്കറിയാം. ഈ എൻ്റെ കർത്താവ് ആരാണ്? ഓക്കെ, ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഈ വാക്യം കർത്താവ് തന്നെ പരീശന്മാരോട് ഉദ്ധരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. മത്തായി 12 എടുക്കാം. മത്തായി 12 ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ല, വാസ്തവത്തിൽ 41 മുതൽ 44 നോക്കുക എന്നാണ്. 37 മുതലൊന്ന് വായിച്ചാൽ വളരെ രസകരമാണ് അവിടുത്തെ സംഭവം. കർത്താവ് അവരെ ശരിക്ക് ചോദ്യം ചോദിച്ച് മുട്ടുകുത്തിക്കുകയാണ്. മത്തായി 12 അത് ആർക്കൊന്ന് വായിക്കാം. 37 മുതൽ. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. സോറി ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. മത്തായി 22 എഴുതിയിരിക്കുന്നത് ശരിയാ, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. മത്തായി 22 37 മുതൽ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി 41 വായിക്കാം. 41. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അത്രയും തൽക്കാലം നിർത്തണം. ശരി, 41 മുതലാണ്. അവിടെ പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്. സാധാരണ പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവിനെയാണ് കൊടുക്കാൻ ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. യേശു അവരോട് ക്രിസ്തുവിനെ കുറിച്ച്, നമ്മുടെ തർജ്ജമയിൽ ക്രിസ്തു എന്ന് വരുന്നതിലും മശിഹ എന്ന് മനസ്സിലാക്കണം. മശിഹയാണ് ക്രിസ്റ്റോസായി ഗ്രീക്കിൽ വന്ന്, ക്രൈസ്റ്റായി ഇംഗ്ലീഷിൽ, ക്രിസ്തുവായി മലയാളത്തിൽ വരുന്നതെല്ലാം മശിഹ തന്നെയാണ് എബ്രായ ഭാഷയിൽ. മശിഹയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് ചോദ്യം. അവൻ ആരുടെ പുത്രൻ? വളരെ കൃത്യമായ ഉത്തരം പരീശന്മാർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അത് ശരിയാണ്, അത്രയും ശരിയാണ്. അടുത്ത ചോദ്യം, അവൻ അവരോട് എന്നാൽ ദാവീദ് വായിച്ചോ 43. അവൻ അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ശ്രദ്ധിക്കുക, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? എവിടെയാണ് വിളിച്ചത്? കോട്ട് ചെയ്തിട്ടുണ്ട്. 110 സങ്കീർത്തനം 1-ാം വാക്യമാണ്. വായിച്ചു 44. അത് ഇവിടെ മത്തായി തന്നെയുണ്ട്, മത്തായിലുണ്ട്. ഞാൻ അത് വായിക്കാൻ ഉദ്ദേശിച്ചത് 44-ാം വാക്യം. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവന് കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. ശ്രദ്ധിക്കുക, അപ്പോൾ ഈ കർത്താവ് ആരാണ്? കർത്താവ് ആരാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ആരാണ്? ദാവീദ് അന്ന് കർത്താവ് എന്ന് വിളിച്ചത് ആരെയാണ്? ആരെയാ വിളിച്ചത്? യേശുക്രിസ്തുവിനെ വിളിച്ചത്. കർത്താവിനെ പറഞ്ഞല്ലോ. കർത്താവ് എങ്ങനെയാ? അവൻ ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത്, മശിഹായെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? എന്നിട്ട് കർത്താവിനെ ഉദ്ധരിച്ചു. 110 സങ്കീർത്തനം 1-ാം വാക്യം. അപ്പോൾ യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തത്. അങ്ങനെ ദാവീദ് പറയുമ്പോൾ ആദ്യത്തെ കർത്താവ് യഹോവ തന്നെയാണ്, രണ്ടാമത്തേത് ക്രിസ്തുവാണെന്ന് ക്രിസ്തു തന്നെ പറയുകയാണ്. ഇതെങ്ങനെയാണ് ശരിയാകുന്നതെന്നാണ് അവരോട് ചോദിച്ച ചോദ്യം.
അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല. ശരി, അവരുത്തരം പറഞ്ഞില്ല, നമ്മൾ ഉത്തരം പറയണം. ചോദ്യം മനസ്സിലായോ? മശിഹായ ആരാണെന്ന് ചോദിച്ചാൽ ദാവീദിന്റെ പുത്രൻ. അങ്ങനെയാണ് ദാവീദ് മശിഹായ എങ്ങനെയാണ് വിളിക്കുന്നത്? പുത്ര എന്നല്ല, എൻ്റെ കർത്താവ് എന്നാണ് വിളിക്കുന്നത്. ഇതെങ്ങനെയാണ് രണ്ടും കൂടെ ശരിയാകുന്നത്? ഒന്ന് ചിന്തിച്ച് പറഞ്ഞേ. വലിയ ഗഹനമായ ചോദ്യമൊന്നുമല്ല, ഒരു ലളിതമായ ചോദ്യം ചോദിച്ചതാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ശരിയാകുന്നത്? ഇപ്പം കർത്താവ് ദാവീദിന്റെ പുത്രനാണോ കർത്താവാണോ? എന്താണ് ഉത്തരം? പരീശന്മാരെ പോലായ നിങ്ങൾ ചിന്താക്കുഴപ്പത്തിലായ. രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ്. എങ്ങനെ ശരിയാണ് പറഞ്ഞു? ഇതെങ്ങനെ ശരിയാകും? ഒരേ സമയം എങ്ങനെയാണ് പുത്രനാകുന്നതും കർത്താവാകുന്നതും? ഇതെങ്ങനെ ശരിയാകും? ഉത്തരം വാസ്തവത്തിൽ ലളിതമാണ്. പരീശന്മാർ പറഞ്ഞില്ല, അവർ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. പറഞ്ഞാൽ അവർ വെട്ടിലാകും, കാരണം ദൈവത്വം അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഉത്തരം ലളിതമാണ്. അത് അറിഞ്ഞില്ലെങ്കിൽ അത് ബൈബിളിൻ്റെ മാർഗത്തിൽ എഴുതിയിട്ടാലും കുഴപ്പമില്ല. ഉത്തരം ലളിതമാണ്. ഞാൻ നോട്ട്സിൽ പറഞ്ഞിട്ടില്ല. നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കുക, ആരാണ് ക്രിസ്തു? ദൈവമാണ്. ക്രിസ്തു അല്ലെ മശിഹ ദൈവമെന്ന നിലയിൽ ദാവീദിന്റെ കർത്താവാണ്. മനസ്സിലായോ? അവൻ ദൈവമായതുകൊണ്ട് ദാവീദിന്റെ കർത്താവാണ്, ദാവീദിന്റെ യജമാനാണ്. പിന്നെ എങ്ങനെ ദാവീദിന്റെ പുത്രനായത്? പിൽക്കാലത്ത് മനുഷ്യത്വം എടുത്ത് ഈ ഭൂമിയിൽ മറിയയിൽ ജാതനായപ്പോൾ, മറിയ ദാവീദിന്റെ വംശക്കാരിയാണ്. അങ്ങനെ വന്നതുകൊണ്ടാണ് ദാവീദിന്റെ പുത്രനെന്ന് ആളുകൾ വിളിക്കാൻ തുടങ്ങിയത്. അത് ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ്. പക്ഷെ അതിനു മുമ്പേ ദാവീദ് ആത്മാവിൽ പറയുകയാണ്, എൻ്റെ കർത്താവിനോട് ഇങ്ങനെ അരുളി ചെയ്തു. ഒരുപക്ഷെ ദാവീദ് തന്നെ ഇതിൻ്റെ അർത്ഥം എത്രമാത്രം മനസ്സിലാക്കിയെന്ന് നമുക്കറിയത്തില്ല. അതാണ് ആത്മാവിലെന്ന് കർത്താവ് പ്രത്യേകം പറയുന്നത്. ആത്മാവിലങ്ങ് പ്രസ്താവിച്ചതാണ്. ഈ പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണല്ലോ, ആത്മാവിൽ പല കാര്യങ്ങൾ അവർ പ്രസ്താവിക്കും. അതിൻ്റെയൊക്കെ പൂർണ്ണമായ അർത്ഥം അവർ തന്നെ ഗ്രഹിച്ചിട്ടില്ല എന്ന് എബ്രായ ലേഖനത്തിലൊക്കെ സൂചനയുണ്ട്. അപ്പോൾ ആ ഉത്തരം നമ്മൾ അറിഞ്ഞിരിക്കണം. എൻ്റെ ചോദ്യം ഇതാണ്, കർത്താവ് ചോദിച്ച ചോദ്യം തന്നെ ഞാൻ ചോദിക്കുന്നു. ഈ മശിഹ എങ്ങനെയാണ് ദാവീദിന്റെ കർത്താവും പുത്രനും ഒരേ സമയത്താകുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആസ് ഗോഡ് ഹി ഈസ് ദ ലോർഡ് ഓഫ് ഡേവിഡ്, ആസ് മാൻ ഹി ഈസ് ദ സൺ ഓഫ് ഡേവിഡ്. അവൻ മനുഷ്യൻ ദൈവം എന്ന നിലയിൽ ദാവീദിന്റെ ആരാണ്? കർത്താവാണ്. മനുഷ്യൻ എന്ന നിലയിൽ ദാവീദിന്റെ പുത്രനുമാണ്. ഇതാണ് അവരിൽ നിന്ന് പ്രതീക്ഷിച്ച ഉത്തരം. പക്ഷെ അവർ പറഞ്ഞില്ല. എന്നാൽ ആ ചോദ്യത്തോട് അന്നു മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. അതൊരു എസ്കേപ്പിസമാണ്. അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. എന്നാൽ അവരുത്തരം പറഞ്ഞില്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ബഹുത്വത്തിൽ, ആ ഏകത്വത്തിലൊരു ബഹുത്വമുണ്ട്. ഇവിടെ 110-ാം സംഘത്തിന് 1-ാം വാക്യത്തിൽ ആ ബഹുത്വത്തിലെ 2 വ്യക്തികളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ നമുക്കറിയാം, ബൈബിൾ ഈസ് എ പ്രോഗ്രസീവ് റെവലേഷൻ, ക്രമാനുഗതമായ വെളിപ്പാടാണ്. ബൈബിൾ മുന്നോട്ട് വായിക്കുമ്പോൾ, യെശയ്യാപ്രവചനമൊക്കെ വരുമ്പോൾ ഈ 3 വ്യക്തികളെ കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും നേരം പറഞ്ഞാൽ മനസ്സിലായില്ലേ? അടുത്തെടുക്കാം, യെശയ്യാവ് 42:16. അടുത്ത നോട്ട്സ് നിന്ന് വായിക്കാം. യെശയ്യാവ് 48:16. ഞാൻ ആദ്യം മുതൽ, ഞാൻ ചിലതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ ഞാൻ? യെശയ്യാവാണോ? ഇതെല്ലാം അങ്ങനെ ചോദിക്കാറുണ്ട്. യെശയ്യാവില്ലേ സംസാരിക്കുന്നത്? യെശയ്യാവ് ആണോ പറയുന്നത്? യെശയ്യാവ് പറയാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം മുതൽ, രഹസ്യത്തിലല്ല പ്രസ്താവിച്ചുള്ളത്, അതിൻ്റെ ഉത്ഭവകാലം മുതൽ. ഏതിൻ്റെ ആദി എന്ന് പറയുന്ന? ആദിക്ക് ഉത്ഭവമില്ല. എന്നാൽ ആദിക്കൊരു ഉത്ഭവം ഉണ്ടെങ്കിൽ ആ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. അതാരാണ്? യെശയ്യാവാകാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് ഞാൻ ക്രിസ്തു തന്നെയാണ്. ഞാൻ ഇപ്പോഴോ യഹോവയായ കർത്താവ്, അത് പിതാവിനെ കുറിച്ചാണ്, എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അവസാനത്തെ വാചകം ഇപ്പോഴോ യഹോവയായ കർത്താവ്, അത് പിതാവാണ്. വേണമെങ്കിൽ പുറത്ത് എഴുതിക്കൊള്ളുക, അവിടെ സ്പേസ് ഉണ്ട്. എന്നെയും, അത് ക്രിസ്തു, രണ്ടാമത്തെ ആളത്വ ദൈവത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി. തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മ. നോക്കുക, ഇതാണ് ക്രമാനുഗതമായ വെളിപ്പാട്. 110-ാം സംഘത്തിന് 1-ാം വാക്യത്തിൽ 2 വ്യക്തികളെ കാണാൻ കഴിയുന്നുള്ളൂ, യഹോവയും കർത്താവും. എന്നാൽ യെശയ്യാപ്രവചനം വരുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇവിടെ പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. പലരും ചിന്തിക്കുന്നത് പോലെ ഇത് പുതിയ നിയമത്തിൻ്റെ ആശയമല്ല, പഴയ നിയമത്തിലുമുണ്ട്.
അടുത്തത് യെശയ്യാ 61:1 നമുക്കറിയാവുന്ന വാക്യമാണ്. എളിയവരോട് സുവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ, ഇവിടെ എന്നെ എന്നുള്ള വാക്ക് വരുന്നു. എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികിട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും. ആ വാചകം തുടരുകയാണ്. ഇവിടെ ആരെയൊക്കെ കാണാൻ കഴിയും? ഒന്ന് നോട്ട്സിൽ നോക്കി പറഞ്ഞാൽ മതി. ആരെയൊക്കെ കാണാൻ കഴിയും? ഈ യഹോവയെ കണ്ടോ? അല്ല, അത് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അല്ലെ, നിങ്ങൾ വേണം ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്തോ. യഹോവ പിതാവ്, എന്നെ. ആരാണ് ഈ എന്നെ? നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു സംശയം ഉണ്ടെങ്കിൽ ലൂക്കോസ് 4:17 മുതൽ വായിച്ചാൽ മതി. എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയെ, പിന്നെയും വരുന്നു യഹോവയെ കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ഈ രണ്ട് വാക്കുകളിൽ വ്യക്തമായിട്ട് തൃത്വം കാണാൻ സാധിക്കും. പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. ഈ വാക്യമാണ്, അല്ലെ ഈ വേദഭാഗമാണ് നസറേത്തിലെ പള്ളിയിലെ പ്രസംഗത്തിൽ കർത്താവ് ഉദ്ധരിച്ചത്. താൻ അവിടെ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കൊടുത്തു. താൻ അത് നിന്നുകൊണ്ടും വായിച്ചു. ബുദ്ധന്മാരുടെ രീതി അങ്ങനെയാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ നിന്നുകൊണ്ടും വായിക്കും. ബഹുമാന പുരസ്സരം. പ്രസംഗിക്കാൻ നേരം അവർ ഇരിക്കും. റബ്ബിമാരിരുന്നാണ് പ്രസംഗിക്കുന്നത്. എന്നിട്ട് ലൂക്കോസ് 4:21 വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഞാനും എന്നെ പറഞ്ഞ ആരെക്കുറിച്ചാണ് പറയുന്നത്? യെശയ്യാവിനെ കുറിച്ചല്ല. കാരണം ചിലർ അങ്ങനെ പറയാറുണ്ട്. യെശയ്യാവിൻ്റെ കാര്യമല്ല, പുത്രൻ്റെ കാര്യമാണ്, ക്രിസ്തുവിൻ്റെ കാര്യമാണ്. ക്രിസ്തു തന്നെ പറഞ്ഞു ഇതിൻ്റെ നിവർത്തി വന്നു. ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തിൽ നിവർത്തി വന്നിരിക്കുന്നു. അപ്പോൾ പുത്രനെ അഭിഷേകം ചെയ്ത കാര്യമാണ് അവിടെയെല്ലാം പറയുന്നത്. നിങ്ങൾ പുതിയമത്തിലേക്ക് വരാം. പുതിയമത്തിലെ വാക്കുകൾ കുറെ കൂടെ ലളിതമാണ്, പെട്ടെന്ന് മനസ്സിലാകും. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം, നോട്ട്സ് വായിച്ചാൽ മതി. മത്തായി 3:16-17. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ശരി, ഇനി അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഇതിനകത്ത് തൃത്വത്തിലെ 3 പേരെ കാണാൻ കഴിയുന്നുണ്ടോ? നോട്ട്സ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമുക്കറിയാവുന്ന വാക്യമാണ്. ഉണ്ടോ? ഞാൻ സൗകര്യത്തിന് വേണ്ടി പലതും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. തൃത്വത്തിലെ രണ്ടാമത്തെ ആളത്വമായ യേശു ആണ് ഇവിടെ സ്നാനമേൽക്കുന്നത്. കർത്താവ് സ്നാനമേൽക്കുകയാണ്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ. പരിശുദ്ധാത്മാവ് അരൂപിയാണ്. എന്നാൽ ഇവിടെ യോഹന്നാന് ഒരു സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി, അല്ലെ മറ്റുള്ളവർക്ക് സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പ്രാവിൻ്റെ രൂപത്തിലാണ് വരുന്നത്. ഇതൊരു താൽക്കാലികമായ പ്രദർശനം എന്നേ ഉള്ളൂ. പ്രാവിൻ്റെ രൂപത്തിൽ അവിടെ വരികയാണ്. എഴുതിയിട്ടുണ്ട് ദൈവാത്മാവ് വന്നു. പിതാവിനെ ഇവിടെ കാണുന്നുണ്ടോ? പിതാവിനെ പിതാവ് എന്നുള്ള വാക്ക് വരുന്നില്ല. ഇപ്പൊ നോക്കണം, ആ യോർദാൻ നദിയിൽ ആരൊക്കെ ഉണ്ട്? പുത്രനുണ്ട്, ആത്മാവ് ഇറങ്ങി വന്നു. പിതാവിൻ്റെ 17 വാക്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് നോക്കിയാൽ ഐ ആം വെൽ പ്ലീസ്ഡ്, ഇവനിൽ ഞാൻ നന്നായി പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ആരുടെ ശബ്ദം? പിതാവിൻ്റെ ശബ്ദം. നോക്കാനുള്ള ഭംഗിയായിട്ട് 3 കാര്യങ്ങളും വ്യക്തമായിട്ട് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അവിടെ യോഹന്നാൻ 1:33 കൂടെ വേണമെങ്കിൽ ബ്രാക്കറ്റിലിട്ട് വായിക്കാൻ സമയമില്ല. യോഹന്നാൻ 1:33 ഈ ആശയം വരുന്നുണ്ട്. ഈ 3 പേരെയും ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് മത്തായി 28:19. ഇതിനെയാണ് അവിടെ ബാപ്റ്റിസ്മൽ ഫോമുല എന്ന് പറയുന്നത്. സ്നാനപ്പെടുത്താനുള്ള അതിനുള്ള ഏത് നാമത്തിൽ എന്നുള്ളതാണ് കർത്താവ് വിശദീകരിക്കുന്നത്. കർത്താവിൻ്റെ തന്നെ വാക്കുകളാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇവിടെ എന്തെങ്കിലും വ്യാകരണ പ്രശ്നമുണ്ടോ? പിന്നെ തൊട്ട് ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിലെ ഗ്രാമർ മിസ്റ്റേക്ക് കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അത് തെറ്റിദ്ധരിക്കല്ലേ, ബൈബിളിലെ ഗ്രാമർ മിസ്റ്റേക്ക് കാണുന്നില്ല. ബൈബിളിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പർപ്പസ്ഫുള്ളാണ്, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? പലയിടത്തും ഇങ്ങനെയുള്ള ചില ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇതിനകത്തൊരു വാസ്തവത്തിൽ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക്? നാമങ്ങളിൽ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് അല്ലേ? 3 പേരുടെ പേര് ചേർന്നാൽ പിന്നെ നാമങ്ങൾ എന്ന് പറയണം. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നാമത്തിൽ എന്ന്? 3 ആളത്വങ്ങളുണ്ടെങ്കിലും അത് ചേർന്ന ഏക ദൈവമാണ് നാമം. നെയിം സ്റ്റാൻഡ്സ് ഫോർ ഗോഡ്. ദൈവത്തിന് ഒരു നാമമേ ഉള്ളൂ. ആ നാമത്തിൽ സ്നാനപ്പെടുത്തണം. നമ്മൾ സ്നാനപ്പെടുത്തുന്നവർ ശ്രദ്ധിച്ചോണം കേട്ടോ.
ചിലപ്പോൾ അറിയാതൊക്കെ നാമങ്ങളെന്നൊക്കെ അങ്ങ് പറഞ്ഞു പോകും. നമ്മളിതെല്ലാം കാണാപ്പാടം പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ പറയരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. നോക്ക് എന്ത് കൃത്യമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അന്ന് അങ്ങനെ കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് വിശ്വസ്തതയിൽ, മത്തായി അതുപോലെ തന്നെ എഴുതുകയാണ്. ഇതൊന്നും വ്യാകരണ പിശകല്ല. ഞാൻ ഈ വ്യാകരണ പിശകെന്ന് ചോദിക്കുന്നത് നമ്മുടെ വ്യാകരണം അനുസരിച്ച് ഒരു പക്ഷേ തെറ്റെന്ന് തോന്നും. എന്നാൽ ഇതാണ് ബൈബിളിൻ്റെ ഗ്രാമർ. മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ തൃത്വം വ്യക്തമാക്കാൻ വേണ്ടി പേര് പറഞ്ഞു എന്ന് മാത്രമല്ല, ആ ഏകത്വം കാണിക്കാനാണ് എന്ത് നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എഴുതിയിരിക്കുന്നത്. അടുത്തൊരു വാക്യം യോഹന്നാൻ 14:26. എങ്കിലും പിതാവ് എഴുതിയിട്ടുണ്ട് എൻ്റെ നാമത്തിൽ. കർത്താവ് പറയുകയാണ് എൻ്റെ എന്ന് പറയുമ്പോൾ ക്രിസ്തു അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. വ്യക്തമായിട്ടുണ്ട്. പിതാവ്, എൻ്റെ എന്ന് പറഞ്ഞ പുത്രൻ, വേണമെങ്കിൽ എഴുതിക്കൊള്ളുക എൻ്റെ മുകളിൽ, 3 പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ, വീണ്ടും ക്രിസ്തുവിൻ്റെ കാര്യമാണ്, നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇവിടെയും 3 വ്യക്തികളെ കാണും. നമ്മുടെ തലക്കെട്ട് മറക്കരുത്. ഏകത്വത്തിൽ ബഹുത്വമുണ്ടെന്ന് നേരത്തെ കണ്ടു. പക്ഷെ ആ ബഹുത്വം എന്താണ്? എത്ര പേരുണ്ട് ആ ബഹുത്വത്തിൽ? 3 പേരേ ഉള്ളൂ. 4ാമതൊരാളില്ല. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമാണ്. അടുത്തത് 2 Corinthians 13:14 നമുക്കറിയാവുന്ന വാക്യമാണ്. അതിനെയാണ് ബെനഡിക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ആശീർവാദം പറയുമ്പോൾ ഇതാണല്ലോ പറയുന്നത്, അല്ലേ? എന്താണ് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ 2 കാര്യം ശ്രദ്ധിക്കണം. ഇത് ആ 2 Corinthians അവസാനത്തെ ഒരു വാക്യം. വാസ്തവത്തിൽ പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ പൗലോസിൻ്റെ ഗ്രീറ്റിങ്സ്, അഭിവാദനങ്ങൾ പറയാറുണ്ടല്ലേ? ആ ഭാഗം ഒന്നെടുക്കാമോ? 2 Corinthians 13:14. 13-ാം വാക്യം ഒന്ന് വായിക്കാം. 13-ാം വാക്യത്തിൽ പൗലോസിൻ്റെ രീതിയാണ്. ഒന്നുകിൽ തൻ്റെ കൂടെയുള്ളവരെല്ലാം കൂടെ ചേർത്ത് വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലും, അല്ലേ? 13-ാം വാക്യം. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ചേർത്ത് പൗലോസിന്റെ വന്ദനം അറിയിക്കും, പിന്നെ കൂടെയുള്ളവരുടെ അറിയിക്കും. ശരി, അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെയാണ് ഈ 3 പേരുടെ കാര്യം പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ സാധാരണ കൃതജ്ഞത പറയുമ്പോൾ, വലിയ മീറ്റിങ്ങുകളൊക്കെ കഴിയുമ്പോൾ കൃതജ്ഞത പറയാൻ കയറുന്നവരെ പലരുടെയും പേര് പറഞ്ഞിട്ട് സഭയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ കൃതജ്ഞത പറയുന്നു, അങ്ങനെ പറയുന്നവരുണ്ട്. തെറ്റൊന്നുമില്ല, നല്ല കാര്യം. സഭയുടെ പേരിലും എൻ്റെ പേരിലും. ആ പ്രമാണം അനുസരിച്ച് പൗലോസിന് ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും വിശുദ്ധന്മാരുടെ വന്ദനവും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇതെന്തിനാ 2 വാക്യമാക്കിയത്? ഞാൻ ഒരുമിച്ച് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ എൻ്റെ വന്ദനം എന്താ? അങ്ങനെ പൗലോസ് ഒരിക്കലും എഴുതിയിട്ടില്ല. എന്താണ് കാരണം? പറഞ്ഞേ. അങ്ങനെ എഴുതിയാൽ കുഴപ്പം വല്ലതും ഉണ്ടോ? എല്ലാം വന്ദനമാണ്. അവസാനത്തെ പാരഗ്രാഫ് മുഴുവൻ വന്ദനമാണ്. എന്താ ഇത് മാത്രം പ്രത്യേകം പറഞ്ഞത്? അങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഉണ്ട്. എന്താ കുഴപ്പം? പറഞ്ഞേ. അങ്ങനെ പറയരുത്, ചിന്തിക്കോലും അരുത്. അത് ദൈവദൂഷണമാണ്. കാരണം ഇവിടെ പറയുന്ന പിതാപുത്രൻ പരിശുദ്ധാത്മാവ് അത് ഡിവൈൻ പേഴ്സൺസ് ആണ്, ദൈവീക വ്യക്തികളാണ്. അവരോട് ചേർത്ത് നമ്മുടെ വന്ദനം കൂടെ ചേർക്കാൻ പറ്റുകയില്ല. നമുക്ക് വന്ദനം പറയണമെങ്കിൽ പറയാം, അത് പ്രത്യേകം പറയണം. പൗലോസിന് പറയാം, പ്രത്യേകം പറയണം. അപ്പോൾ നോക്കുക, ഇവിടെ ഒരാളെ പോലും കൂട്ടിച്ചേർക്കുന്നില്ല. ആ 3 പേര് മാത്രമേ ഉള്ളൂ. അതിനോട് കൂട്ടിച്ചേർത്താൽ ദൈവദൂഷണമായിട്ട് മാറും. അതൊക്കെ ചെറിയ കാര്യങ്ങളെന്ന് തോന്നും, പക്ഷെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ആരുടെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? നമ്മൾ സാധാരണ ആശീർവാദം പറയുമ്പോൾ പിതാവിൻ്റെ പേര്, തെറ്റൊന്നുമില്ല. ഇവിടെ മറ്റൊരു സത്യം മനസ്സിലാക്കണം. ഞാൻ ഇന്നലെയും പറഞ്ഞു, 3 ആളത്വങ്ങളുള്ളപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ, പിതാവ് ഏറ്റവും ഉയർന്നയാള്, പിന്നെ ക്രിസ്തു, പിന്നെ പരിശുദ്ധാത്മാവ്. നമ്മൾ അറിയാതെ, നമ്മൾ പറയത്തില്ല, അറിയാതെ അങ്ങ് ചിന്തിച്ചു പോകും. എന്നാൽ ആ ഓർഡർ എല്ലായിടത്തും ഒരുപോലെ അല്ല എന്ന് നാം മനസ്സിലാക്കും. ഇവിടെ കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത പേരിൽ യൂദായിൽ വരുമ്പോൾ നേരെ തിരിയുകയാണ്. പരിശുദ്ധാത്മാവ്, ക്രിസ്തു, പിതാവ്. അപ്പോൾ ഈ ഓർഡർ തിരിച്ചും മറിച്ചും ഒക്കെ ആകാൻ കാരണം എന്താണ്? കാരണം all the 3 are equal in status or position. 3 പേരും തുല്യരാണ്. അതുകൊണ്ടാണ് ഈ പേരുകൾ തിരിച്ചും മറിച്ചും ഒക്കെ പറയാൻ സാധിക്കും. ശ്രദ്ധിച്ചോ, യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഓർത്തിരിക്കാൻ എളുപ്പം മറ്റേതാണ്, അല്ലേ? ആദ്യം പിതാവിൻ്റെ പറയുക, ക്രിസ്തുവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ, അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി പറഞ്ഞവരും തിരുത്തണ്ട.
ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നേ ഞാൻ പറഞ്ഞതിൻ്റെ ആശയമുള്ളൂ. ഞാൻ പറയുന്നത് അവർ 3 പേരും തുല്യരാണെന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ തലക്കെട്ട് എന്താണ്? ആളത്വത്തിലെ ബഹുത്വം എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ചേർന്ന് ബഹുത്വമാണ്. അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. 1 Petrus 1:2. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാർ എന്ന് പറഞ്ഞാൽ എലക്ട് എന്നാണ് ഇംഗ്ലീഷിൽ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, ക്രമം ശ്രദ്ധിച്ചോ, എങ്ങനെയാ വന്നേക്കുന്നത് ശ്രദ്ധിച്ചേ. പിതാവ്, പരിശുദ്ധാത്മാവ്, ക്രിസ്തു. നോക്കുക, ആ ക്രമം എല്ലാ പ്രാവശ്യവും ഒരുപോലെയല്ല വരുന്നത്. അതിൽ നിന്നറിയാം ഇവർ 3 പേരും തുല്യരാണ്. ഏറ്റവും ഒടുവിൽ യൂദാ 20 വായിച്ച് നിർത്താൻ സമയമായി. യൂദാ 20:21 9 പേജ്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും. ഇനി ശ്രദ്ധിക്കണം, ക്രമം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും, ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ്. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്, രണ്ടാമത് പുത്രൻ, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. നോക്കുക, അത് 3 ഉണ്ട്, പക്ഷെ ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നുണ്ട്. പക്ഷേ 3 അല്ലാതെ 4ാമത് ഒരാളില്ല. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് 3ആയിട്ട് പരിമിതപ്പെടുത്തിയിരിക്കാൻ കാരണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുല്യരായി വേറെ ആരും സ്വർഗത്തിലോ ഭൂമിയിലോ ഇല്ല. അതവർ 3 പേരും, അവരെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ ആർ ഡിവൈൻ പേഴ്സൺ, ദൈവീക വ്യക്തികളാണ്. അതാണ് ഈ 3ാമത്തെ പ്രധാന തലക്കെട്ടിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സമയമായി. ഒരു ടീ ബ്രേക്കിന് ശേഷം നമുക്ക് തുടരാം. ഇനിയും 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിലും അത്രയും സമയം എടുക്കത്തില്ല. നമുക്ക് പെട്ടെന്ന് നമ്മുടെ 7:30 മുമ്പ് തന്നെ തീർക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.